മന്നം വൈശാഖ് വാസ്തു ജ്യോതിഷ സേവന കേന്ദ്രത്തിൻ്റെ 15ാം വാർഷികം ഡയറക്ടർ ജയകൃഷ്ണൻ എസ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. മന്നം വൈശാഖ് വാസ്തു ആസ്ട്രോ മിഷൻ വൈശാഖം ഹാളിലാണ് സമ്മേളനം നടന്നത്. 15ാം വാർഷികത്തോടനുബന്ധിച്ച് വാസ്തുശാസ്ത്ര വിധിപ്രകാരം വീടുകളും ക്ഷേത്രങ്ങളും നിർമ്മിച്ചു കൊടുക്കുന്ന വൈശാഖ് വാസ്തു നിർമ്മിതി കേന്ദ്രം പ്രൊജക്ടിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു. ആഘോഷങ്ങളുടെ ഭാഗമായി ഓണക്കിറ്റുകളും ഓണക്കോടിയും വിതരണം ചെയ്തു. വൈശാഖ് വാസ്തു ജ്യോതിഷ സേവന കേന്ദ്രം കോർഡിനേറ്റർ ശ്രീകല ജയകൃഷ്ണൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KV സുനിൽകുമാർ, ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് BA ഈശ്വരപ്രസാദ്, പെരുവാരം മോഹൻ ശാന്തി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇത്ര വിഷമം സഹിച്ച് ഓണം ആഘോഷിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഓണത്തിൻ്റെ സമയത്ത് സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാൻ, കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ ഒരു മിനിമം നമ്പർ ആളുകൾക്ക് പോലും സാധിച്ചാൽ പോലും അതൊരു വലിയ കാര്യമായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ഓണാഘോഷമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓണത്തിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവർക്കെല്ലാം പരമാവധി പേർക്ക് ഓണക്കിറ്റുകൾ, ഓണക്കോടി ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ എല്ലാ വർഷവും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു പരിശ്രമം കൂടി, അതിൻ്റെ ഭാഗം കൂടി ഇത്തവണ ഈ അതായത് 15ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്നുണ്ട്. ഒരു മനുഷ്യന് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, അങ്ങനെ 5 അവസ്ഥകൾ. ആ അവസ്ഥകളൊക്കെ വീടുകളെ സംബന്ധിച്ചിടത്തോളം ആ വീടുകൾക്കെല്ലാം അത്തരത്തിലുള്ള അവസ്ഥാവിശേഷങ്ങളുള്ളപ്പോൾ ആ വീടുകളെ താമസിക്കുന്ന ആളുകൾക്ക് സന്തോഷത്തോടു കൂടി അവർ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ഉത്തമമായിട്ടുള്ള കണക്കിൽ വീടുകൾ പണിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ചില സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ചില കണക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് വീട് പണിത് കൊടുക്കുക എന്നുള്ള ഒരു സംരംഭം, അതിനുള്ള ഒരു ചില കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ ഒരു പുതിയ പ്രൊജക്റ്റും കൂടി സമയത്ത് ആരംഭിക്കുകയാണ്. വൈശാഖ് വാസ്തു നിർമ്മിതി കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പ്രോജക്റ്റും കൂടി ഈ സമയത്ത് നമ്മൾ ഈ വർഷം മുതൽ ഉദ്ഘാടനം ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പുതിയ ചില കാര്യങ്ങളും കൂടി ചെയ്യണം. ആ നിലയിൽ ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റും കൂടി ഈ വർഷം ആരംഭിക്കുകയാണ്.